ബേബിക്കുട്ടിയും അവളുടെ അച്ഛനും കൂടിയിട്ട് കൂറ്റനാടിക്ക് പോയതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. വേറെ എങ്ങോട്ടുമല്ല, ടാറ്റു അടിക്കാൻ. കുറേയായി അപ്പോട്ടും വിചാരിക്കും കേട്ടോ ടാറ്റു അടിക്കണമെന്ന്. ഞാൻ പോവാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കും അടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടാറ്റു അടിക്കാനുള്ള ധൈര്യമില്ല ഗൈസ്, കാരണം വേദന ഒരിത്തിരി പോലും സഹിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ അവളും അച്ഛനും കൂടിയിട്ട് പോയി. കയ്യിൽ ടാറ്റു അടിക്കാം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മോഡലൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെർണോ പറഞ്ഞ ഏതോട്ട് ടാറ്റു സെൻ്ററാണ് കേട്ടോ. മേഴത്തൂരുള്ള ഏതൊരു പയ്യൻ തന്നെയാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോട്ടനെ അറിയാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. വർത്താനം അങ്ങനെ പറഞ്ഞപ്പോൾ അറിയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഈ വീഡിയോ ആയിട്ട് എനിക്കൊരു ബന്ധമില്ല, കാരണം ബേബിയും അവളുടെ അച്ഛനും കൂടിയിട്ട് പോയത്. അച്ഛൻ്റെ ഫോണിലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആദ്യം ഇതാ കൈയൊക്കെ രോമൊക്കെ ഇതാക്കിയിട്ട് ആദ്യം ചിത്രം ഒട്ടിച്ചു. എല്ലാവർക്കും അറിയാലോ ടാറ്റു അടിക്കുന്നത്. പിന്നെ ആ പിക്ചർ കണ്ടുപിടിക്കാൻ കുറേ ടൈം എടുത്തു പറഞ്ഞിട്ടോ. അച്ഛനും 2 മക്കളും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. മൂത്തത് പെൺകുട്ടിയാണ്, രണ്ടാമത്തത് ആൺകുട്ടിയാണ്. നവമി, നിർവേദ്, അങ്ങനെ ഒരു തീമാണ് അപ്പൂട്ടൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവർ നല്ല അസലായിട്ട് തന്നെ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റ് കുറവിലാണ് അവർ ചെയ്തു കൊടുത്തത്. നല്ല റേറ്റാണ് ശരിക്കും ഇതൊക്കെ അടിച്ചു കൊടുക്കാം. പക്ഷേ പരിചയക്കാരായതുകൊണ്ടും അങ്ങനെ പറഞ്ഞതുകൊണ്ടും ഒക്കെ അയാൾ നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കേട്ടോ എടുത്തു കൊടുത്തത്. വെർണോ ടാറ്റു സെൻറ്റർ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതിൻ്റെ പേര് കൂറ്റനാടാണ്. കൂറ്റനാട് കറക്റ്റ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവർ കൂറ്റനാട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മറ്റേ ആ സീൻ ഉണ്ടല്ലോ, അങ്ങനെ ആ സോപ്പൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം, എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. അത് ഞാൻ പറഞ്ഞു അവളോട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുതിയ ഫോണായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആർക്കും ഇത് തൊടാൻ കൊടുക്കുന്നില്ല. കുറച്ച് മാസങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. പിന്നെ കൈ ആയതുകൊണ്ട് നമുക്ക് അത്ര പേടിക്കില്ല. അപ്പോട്ട് നെഞ്ചത്തും ഒരു ടാറ്റു കുത്തിയിട്ടുണ്ട്. നവമിയുടെ പേരും കൊടുത്തിട്ടൊരു കൈയൊക്കെ വെച്ച്. അത് ഖത്തറിലാവുമ്പോഴാണ് ചെയ്തത്. അപ്പോൾ നാട്ടിൽ നിന്ന് ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. വേദുവിൻ്റെ പേരുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്.